വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവർ യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഫിലിപ്പിയർ 1:4. ദൈവനാമം ഉണ്ടാവട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു മുന്നേറ്റമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. അവൻ്റെ നാമത്തിന് വേണ്ടി നമ്മെ നിലനിർത്തുന്ന ധൈര്യം ഉറപ്പും തരുന്നതാണ്. സ്തോത്രം. ദൈവ സന്ദേശത്തിൽ കൂടെ, അതായത് ദൈവ ആലോചനയിൽ കൂടെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ ജോസഫിനെ കുറിച്ച് നമ്മൾ അറിയാവുന്നവരാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു ദർശനം കണ്ടു. അതായത് 11 കറ്റ, ഒരു കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, അതിനെ നമസ്കരിക്കുന്നത് കണ്ടു. പിന്നെ കണ്ടാത് 11 നക്ഷത്രത്തെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൂതനോട് സംബന്ധിച്ചുള്ള ദൈവാലോചനയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ 11 കറ്റ എഴുന്നേറ്റ് നിൽക്കുകയല്ല, ഈ 11 കറ്റ ഇങ്ങനെ കുനിഞ്ഞ് കിടക്കുകയാണ്. ഒരു കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ദർശനം യോസേഫിന് കിട്ടിയ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയാണ്. ഹല്ലേലൂയ. ഇത് യോസേഫിന് കാണിച്ചത് ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. കാരണം യോസേഫിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നത് താൻ ആഗ്രഹിച്ച ദർശനങ്ങളൊന്നുമല്ല. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണിക്കണേ, സ്വപ്നം കാണിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് സ്വപ്നം ചില ദൈവസ്ഥാനത്തിൽ അപേക്ഷിക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ യോസേഫ് അങ്ങനെയല്ല. ജോസഫ് പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഈ സ്വപ്നം ദൈവം കാണിച്ചു കൊടുത്തത്. സ്തോത്രം. എന്നാൽ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യോസേഫിൻ്റെ കുടുംബത്തോടുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പക്ഷേ താൻ സ്വപ്നം കണ്ടത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെ, ഞങ്ങൾ നിന്നെ നമസ്കരിക്കാൻ വരണോ എന്നാണ്. അവർക്ക് അസൂയ തോന്നി. എങ്കിലും തന്നെ ഒരു പൊട്ടക്കല്ലിൽ തള്ളിയിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മൃഗത്തിൻ്റെ ചോര എടുത്തിട്ട് അവൻ്റെ വസ്ത്രം മുക്കി തൻ്റെ പിതാവിനോട് പറഞ്ഞ്, യോസേഫിനെ ഏത് ഒരു മൃഗം കടിച്ച് തിന്നു കൊണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വപ്നം യോസേഫിന് ഉള്ളത് കൊണ്ട് പൊട്ടുകിണറല്ല, തിളയ്ക്കുന്ന എണ്ണയിലിട്ടാലും വെന്തു പോകില്ല. കാരണം എന്താണെന്നറിയുമോ? ദൈവത്തിൻ്റെ
ആ ദർശനം അല്ലെങ്കിൽ സ്വപ്നം അത് നിവൃത്തിയാകണമെങ്കിൽ യോസേപ്പ് പൊട്ടക്കിണറ്റിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ വരില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചനയും പദ്ധതിയും യോസേപ്പിൻ്റെ കൂടെയുണ്ട്. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ശരി, പക്ഷേ തകരില്ല. കാരണം വിടിവിക്കാറുകൊണ്ട് ലോകത്തിൽ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. എന്നെ നിന്നെ വിടിവിക്കാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തുവിന്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട അനുഭവം നീ ഇന്നും പൊട്ടക്കിണറ്റിൻ്റെ അനുഭവമാണോ? കഷ്ടതയുടെ അനുഭവമാണോ? പ്രയാസത്തിൻ്റെ അനുഭവമാണോ? പ്രതികൂലങ്ങളുടെ അനുഭവമാണോ? ജീവിതത്തിൽ മുന്നോട്ടമില്ലാത്ത അവസ്ഥയിലാണോ? പലരും നിന്നെ പ്രൈസലാം ഒറ്റപ്പെടുത്തുകയാണോ? പലരും പ്രൈസലാമേ നിന്നെ തള്ളുകയാണോ? പ്രൈസലാമേ, ഹല്ലേലൂയ. പക്ഷേ ദൈവം നിന്നോടൊരു ദർശനമോ സ്വപ്നമോ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളോ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം കിടക്കുന്നിടത്തോളം നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ലോകത്തിലെ ദുഷ്ടശക്തിക്ക്. ഹല്ലേലൂയ. പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് ദൂതാണ്. ദൈവം പ്രൈസലാമേ, ഹല്ലേലൂയ, തൻ്റെ ജനത്തിൻ്റെ അവസ്ഥകൾക്ക് വിടുതൽ നൽകുന്ന ദൈവമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. രണ്ടാമത് പ്രൈസലാമേ, ഈ ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി വിറ്റ് പ്രൈസലാമേ, സ്വന്തം അവിടെയും പ്രൈസലോ ചില പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചെങ്കിലും ദൈവത്തിൻ്റെ വാക്തത്വം കിടക്കുന്നിടത്തോളം യോസേഫിനെ എങ്ങും പിശാചിന് ഒതുക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, സ്തോത്രം. ദൈവത്തിൻ്റെ ആളോ പറയുന്നു, ഏത് ലോകത്തായിരുന്നാലും സ്തോത്രം, ഉന്നതന്മാരുടെ ഇടയിലായിരുന്നാലും രാജാക്കന്മാരുടെ ഇടയിലായിരുന്നാലും നേതാക്കന്മാരുടെ ഇടയിലായിരുന്നാലും ഈ ലോകത്തിലെ പ്രൈസലും ഹല്ലേലൂയ അറിയപ്പെടുന്ന അവരുടെ ഇടയിലായിരുന്നാലും നിന്നെ തകർക്കാൻ കഴിയില്ല. കാരണം നിന്നിലുള്ള വാഗ്ദത്തം കിടക്കുന്നിടത്തോളം പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് അവിടെ കാണിക്കുന്നത്. പ്രൈസലാമേ, പ്രൈസലാമേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികളും ആലോചനകളും പ്രൈസലാമേ ദൈവസന്നിധിയിലുണ്ട്. കാരണം യോസേഫ് കണ്ടിരിക്കുന്ന ദർശനം എന്ന് പറയുന്നത് തൻ്റെ സഹോദരന്മാർ കുടുംബമായി തന്നെ നമസ്കരിക്കുമെന്നാണ്. പക്ഷേ സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനും പ്രൈസലാമേ തനിക്ക് അത് നിറവേറ്റുവാൻ ദൈവം കാത്തിരുന്നെങ്കിലും ഒരു ദിവസം അത് നിറവേറ്റി ദൈവം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആ 11 പ്രൈസലാമേ സഹോദരന്മാരും ഈ യോസേഫ് മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ വന്ന് പ്രൈസലാമേ, ഹല്ലേലൂയ, ഈ യോസേഫിനെ ഹല്ലേലൂയ നമസ്കരിച്ചു. പ്രൈസലോ, ആ ദർശനം പ്രൈസലാമേ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആ സ്വപ്നം നിറവേറി. യോസേഫ് ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദർശനത്തെ ഓർത്ത് അകത്ത് ഓടിപ്പോയി കരയാനിടയായി തീർന്നു. പ്രൈസലാമേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവം പ്രൈസലാമേ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ദൈവമാണ് അവിടെ തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. തീർന്നില്ല. യോസേഫിൻ്റെ ദൈവം യോസേഫിൻ്റെ കൂടെ ഇരുന്ന് പ്രൈസലാമേ യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. യോസേഫിനെ പൊട്ടം കിണറ്റി ഒതുക്കുവാൻ, അതുപോലെ സഹോദരന്മാരുടെ മധ്യത്തിൽ സഹോദരന്മാർ അവനെ ഒതുക്കുവാൻ, രാജകൊട്ടാരത്തിൽ അവനെ ഒതുക്കുവാൻ പ്രൈസലാമേ പലവിധമായ പദ്ധതികൾ
പിശാച് പ്രൈസലാമെ കൊണ്ടിട്ടപ്പോൾ പിശാചിൻ്റെ പദ്ധതികളെ പരിശുദ്ധാത്മാവ് പൊളിച്ച് കർത്താവ് യേശു ക്രിസ്തു യോസേഫിനെ നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യോസേഫിന് മനസ്സിലായി ദേശത്ത്, അതായത് കുടുംബത്തിൽ, യോസേഫിൻ്റെ കുടുംബത്തിൽ ക്ഷാമം വരുന്നു. അതിന് മുമ്പേ യോസേഫിനെ ഹല്ലേലൂയ സ്തോത്രം മുന്നോടിയായി പ്രൈസലോ മറ്റൊരു ദേശത്തേക്ക് ധാന്യമുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുള്ള രാജ്യത്തിലേക്ക് യോസേഫിനെ അയച്ചതായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, പ്ലാനായിരുന്നു. സ്വതം ഹല്ലേലൂയ. അവർ സൗരങ്ങൾ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ യോസേഫിൻ്റെ പ്രൈസലാമെ കൊട്ടാരത്തിൽ വന്നു. അവിടെ ധാന്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പേസൻലാട്ട്, അതായത് സ്വർണ്ണ കിണ്ണി ഒക്കെ വെച്ച് പ്രൈസലം കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവമാണ് പ്രൈസലോട് ഹല്ലേലൂയ അവിടെ യോസേഫിനെ ആക്കിയത്. പ്രൈസലാമേ സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികളും ആലോചനകളും, അതായത് ഈ ദർശനം ഉള്ളിടത്തോളം സ്തോത്രം ഹല്ലേലൂയ പ്രൈസലാമേ ക്ഷാമം നിന്നുപോയില്ല. കാരണം തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ ദൈവം പറഞ്ഞതായ സ്തോത്രം ആലോചന ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഈ വാഗ്ദത്തം ജോസഫിനോടുള്ളിടത്തോളം തൻ്റെ സഹോദരന്മാർക്ക് ക്ഷാമമുണ്ടാകില്ല. മാത്രമല്ല സഹോദരന്മാരോട് ഒരുമിച്ച് അവർ ആഹാരം കഴിച്ചു. സ്തോത്രം. യോസേഫ് എല്ലാം തുറന്നു പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അവർ വിചാരിച്ച് അന്നേ പൊട്ടക്കിണറ്റിൽ വീണ് ചത്തുപോയി കാണുമെന്ന. പക്ഷേ സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. സ്തോത്രം ദൈവം യോസേഫിൻ്റെ കൂടെയിരുന്നു. ആലോചന ദൈവം ജയത്തോടെ നടത്തി. പ്രൈസലാമേ ഹല്ലേലൂയ. നാം ആരാധിക്കുന്നത്, നാം വിശ്വസിക്കുന്നത് യോസേഫിൻ്റെ ദൈവത്തെയാണ്. ഹല്ലേലൂയ. പ്രൈസലാമേ ഹല്ലേലൂയ. യോസേഫ് ആരായി? നക്ഷത്രങ്ങളെ കാണിച്ചില്ലേ? 11 നക്ഷത്രം, ഒരു നക്ഷത്രത്തെ വണങ്ങുന്നു. യോസേഫ് ഒരു വലിയ സ്റ്റാറായി മാറി. അറിയപ്പെടുന്ന ഒരു സ്റ്റാറായി മാറി. സൂപ്പർ സ്റ്റാറായി മാറി. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇങ്ങനെ യോസേഫിനെ അവിടെ അയച്ചെങ്കിലേ യോസേഫിൻ്റെ കുടുംബത്തിന് ഹല്ലേലൂയ ജീവിക്കണമെങ്കിൽ ദൈവം മുന്നോടിയായി ഒരുക്കിയ ഒരു നന്മയാണ് യോസേഫ്. അതുകൊണ്ട് നാം അറിയാത്ത വലിയ നന്മകൾ ദൈവം എനിക്കും നിനക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സമ്പന്നനായ ദൈവം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നീ ഓർത്തുകൊള്ളണം, യോസേഫിൻ്റെ ദൈവം, അതായത് യോസേഫിൻ്റെ ദൈവം കൂടിയുണ്ട്. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ ഹല്ലേലൂയ വീണാലും ഞാൻ മരിക്കില്ല. കാരണം എൻ്റെ കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, സ്വപ്നമുണ്ട്. അത് നിറവേറുന്നവരെയും എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ നടമാടിയാലും ദൈവം വിടുവിച്ച് എന്നെ നിർത്തും എന്നുള്ള വിശ്വാസം വേണം. ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾ അറിയിക്കുകയാണ്. ഒരു പ്രസംഗം എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ആലോചനയാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ആരാണ് ദർശനം കാണിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഈ സ്വപ്നം കാണിച്ചത്? സാക്ഷാൽ സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. എന്നിലും നിന്നിലുമുള്ളതായ ദൈവത്തിൻ്റെ ആലോചന പ്രൈസലോ ഇന്നല്ലെങ്കിൽ
നാളെ നിറവേറ്റി തരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രൈസലാമേ, സ്തോത്രം. നോക്കേ, പ്രൈസലാമേ, ഹല്ലേലൂയ. ഈ കൊട്ടാരത്തിൽ, യോസഫ് താമസിക്കുന്ന കൊട്ടാരത്തിൽ, പ്രൈസലാമേൻ, ഹല്ലേലൂയ, യോസഫിന് കയറാനുള്ള യോഗ്യതയില്ല, അർഹതയില്ല. എന്നാൽ ദൈവം യോഗ്യതയും അർഹതയും കൊടുത്തു. സഹോദരന്മാർ വന്ന് അവർക്ക് പോലും ആ കൊട്ടാരത്തിനകത്ത് കയറിയിരിക്കാനുള്ള യോഗ്യതയില്ല. എന്നാൽ അവരെ കൊട്ടാരത്തിനകത്തിരുത്തി അതിഥി സൽക്കാരം നടത്തി യോസേഫ്. ഹല്ലേലൂയ. സഹോദരന്മാരോടുള്ള സ്നേഹമാണ്. ഇന്ന് ലോകത്തിൽ പലയിടത്തുമുണ്ട് സഹോദരിമാരോടുള്ള സ്നേഹങ്ങളുള്ള വീടുകളുണ്ട്. സഹോദരന്മാരെ സ്നേഹിക്കുന്ന ഭവനങ്ങളുമുണ്ട്. ചില ഭവനങ്ങളിൽ പ്രൈസലാമേ, ഹല്ലേലൂയ, യോസേഫിന് സംഭവിച്ചതുപോലെ, അതായത് യോസേഫിൻ്റെ സഹോദരന്മാർ യോസേഫിനെ തള്ളി. ഇവിടെ ഇപ്പോൾ യോസേഫ് തൻ്റെ സഹോദരന്മാരെ തള്ളുന്നില്ല. പ്രൈസലാമേ, ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. യോസേഫ് ചെറുപ്പത്തിലെ പ്രൈസലാമേ, ഹല്ലേലൂയ, ദൈവികമായി അല്ലെങ്കിൽ മനസ്സാക്ഷിയുള്ള, മനസ്സലിവുള്ള, അല്ലെങ്കിൽ വളരെ ദയവുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് യോസേഫിന് തന്നെ ഈ സ്വപ്നം ഞറുക്കാട്ട് വീണത്. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികളെ, സ്തോത്രം, വളരെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയില്ല. ഇവിടെ ജോസഫ് കൊട്ടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം യോസേഫിൻ്റെ കുടുംബത്തിന് എന്ത് വിഷയം വന്നാലും ജോസഫ് ഇടപെടും. കാരണം അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. യോസേഫ് കൊട്ടാരത്തിൽ ഉള്ളിടത്തോളം ഇടപെടും. സഹോദരന്മാർക്ക് എന്തു വന്നാലും ഇടപെടും, സംസാരിക്കും, വേണ്ടത് കൊടുക്കും. ഇനി ആരെങ്കിലും വന്ന് പറയും നീ കൊടുക്കണ്ട, നിനക്ക് പാരതരും എന്ന് പറഞ്ഞാലും ജോസഫിൻ്റെ ഉള്ളിൽ പ്രൈസലാമേ ഒരു ദർശനമുണ്ട്. എന്തൊക്കെ എതിർത്താലും പ്രൈസലാമേ, ഹല്ലേലൂയ, ജോസഫ് തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയര്, നിങ്ങളും അങ്ങനെയാണോ? ജോസഫിൻ്റെ ദൈവത്തെ പോലെയാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? ജോസഫിൻ്റെ സ്വഭാവം പോലെയാണോ നിൻ്റെയും ജീവിതത്തിൽ? ചിലർ വലിയ ഉയർച്ചകളൊക്കെ വരുമ്പോൾ പിന്നെ ആരോടും മിണ്ടത്തൊന്നുമില്ല, വലിയ ഗമയാണ്. ആരെങ്കിലുമൊക്കെ പ്രൈസലോ വലിയ നിലകളിൽ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അയൽക്കാരോടൊന്നും മിണ്ടത്തൊന്നുമില്ല, വലിയ ഗമയാണ്. പിന്നെ ചിലരങ്ങനെയല്ല, സഹോദരന്മാരുടെ മധ്യത്തിൽ ഒരു പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരടാ, എൻ്റെ മുമ്പിൽ കൂടെ ഞാൻ കാറൊക്കെ ഓടിച്ചാൽ പോകൂടാ, ഗമയായി നടക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? സ്തോത്രം. ഇവിടെ ജോസഫ് തൻ്റെ സഹോദരന്മാരെ സ്നേഹിച്ചു, സഹോദരന്മാർക്ക് വേണ്ടത് കൊടുത്തയച്ചോ? ജോസഫിന് വേണമെങ്കിൽ പകരം വീട്ടാം, നിങ്ങൾ എന്നെ പൊട്ടൻ കിണറ്റിൽ തള്ളിയിട്ടതല്ലയോ, ഒരുത്തനും ഇവിടെ കയറിപ്പോലും നോക്കിയോ എന്ന് വേണമെങ്കിൽ ജോസഫിന് പറയാം. പക്ഷേ ജോസഫ് പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം എന്താണ്? അങ്ങനെയുള്ളതല്ല. മറിച്ച് ഹല്ലേലൂയ, ദൈവം കൊടുത്തിരിക്കുന്ന രാജകീയമായ അഭിഷേകമാണ്. ജോസഫ് പ്രൈസലാമേ തൻ്റെ സഹോദരന്മാരെ സ്നേഹിച്ചു. സ്തോത്രം.
ഹല്ലേലൂയ. യോസേപ്പിന്റെ സഹോദരന്മാർ യോസേപ്പിന് ചെയ്ത പദ്ധതികളെ, അല്ലെങ്കിൽ അവർ ചെയ്ത, യോസേപ്പിന് എതിരായി ചെയ്ത വിഷയങ്ങളെ ഓർത്തു നോക്കിയാൽ യോസേപ്പ് ഒന്നും ചെയ്യില്ല. പക്ഷേ ദൈവകൃപയുള്ളിടത്തോളം, ഹല്ലേലൂയ, യോസേപ്പ് കണ്ട ദർശനം ഉള്ളിടത്തോളം ഇതെല്ലാം ചെയ്തേ പറ്റൂ. കാരണം ദൈവമാക്കിയിരിക്കുന്നു. ഒന്ന്, ദൈവമാക്കിയിരിക്കുന്നു. ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുക. രണ്ട്, ദൈവം പറയുന്നതെല്ലാം ചെയ്തേ പറ്റൂ. മൂന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ജോസഫിന്റെ കുടുംബത്തെ ദൈവത്തെ അറിഞ്ഞ കുടുംബമാണ്. അവരെ സംരക്ഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയായി വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. എന്നിൽ കേൾക്കുന്ന പ്രിയരേ, സ്തോത്രം, ദൈവം ചില പദ്ധതികൾ, വഴികൾ തുറന്നാൽ ദുഷ്ടന് അടയ്ക്കാൻ കഴിയില്ല. പ്രൈസലാമേ, സ്തോത്രം. പറയട്ടെ, അതിൽ ഒഴുകിയ നീറുറയ്ക്കകത്ത് കല്ലും മണ്ണും പാറ ഇട്ട് അടയ്ക്കാൻ ആരെങ്കിലും പദ്ധതി ഇട്ടാലും ഈ കല്ലും പാറയും പുറത്തു വരും. അതായത് നീരുറ പുറത്തു വരും. അടയ്ക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വഴി, വാഗ്ദത്തങ്ങൾ എനിക്കും നിങ്ങൾക്കും തുറന്നാൽ അതിനെ ലോകത്തിലെ വ്യാപാര കെട്ടുകൾക്ക് അടയ്ക്കാൻ കഴിയില്ല. കാരണം ദൈവമാണ് തുറന്നത്. ജോസേഫിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, തീർന്നില്ല. ദൈവമാണ് വഴി തുറന്നു കൊടുത്തത്. ദൈവമാണ് സ്വപ്നം കൊടുത്തത്. ഈ സ്വപ്നത്തിൽ ദൈവത്തിന് ചെയ്തേ പറ്റൂ. കാരണം ദൈവം ആ സ്വപ്നം കൊടുത്തത്. ആ സ്വപ്നം നിറവേറ്റി കൊടുത്തേ പറ്റൂ. ആർക്ക്? ദൈവത്തിന്. തീർന്നില്ല. ദൈവം, ഹല്ലേലൂയ, അത് ചെയ്തെങ്കിലേ ദൈവം ആരെന്ന് വെളിപ്പെടൂ. എനിക്കും നിനക്കും പ്രൈസലാമേ ദൈവത്തിന്റെ പദ്ധതികളെ, സ്തോത്രം, ഹല്ലേലൂയ, അതേ, സ്തോത്രം, തുറന്നു തന്നാൽ അത് മറ്റൊരു തലത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കൃപയുണ്ട്. ഒന്ന്, ജോസഫ്. രണ്ട്, ജോസഫ് കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. പ്രൈസലോൺ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ തുല്യ പദവിയാ അവിടെ യോസേഫിന് ലഭിച്ചിരിക്കുന്നത്. ഒരു അർഹതയും യോഗ്യതയെ അവരുടെ പ്രൈസലാമെ സമുദായ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ രാജാവായിരിക്കേണ്ട പ്രൈസല അവകാശമോ അർഹതയൊന്നുമില്ല. ദൈവം യോഗ്യത ഇല്ലാത്ത സ്ഥാനത്താക്കി, അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുള്ളവനാക്കിയത് ആരാന്നറിയാവോ? സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിന് പ്രൈസലാമി, ഹല്ലേലൂയ, അതൊന്നും ഒരു വിഷയമല്ല. കാരണം ദൈവത്തെ അറിയുന്ന, ഹല്ലേലൂയ, അതേ, പ്രൈസലോ, തലമുറകളെ മാനിക്കുന്ന ദൈവമുണ്ടെങ്കിൽ നസറേയനായ യേശു ക്രിസ്തുവാണ്. ഇവിടെ സ്തോത്രം, ജോസേഫിന്റെ ദൈവം. ഹല്ലേലൂയ. ജോസേഫ് പ്രൈസലാമേ രാജീയ പ്രൈസല അവസ്ഥയിൽ വരണമെങ്കിൽ വലിയ കഷ്ടതകൾ അനുഭവിച്ച്, വളരെ വേദനകൾ അനുഭവിച്ചു, മരണകരമായ അനുഭവങ്ങളിൽ കടന്നുപോയി. എങ്കിലും ദൈവം യോസേഫിന്റെ കൂടെ ഇരുന്നു. കൊട്ടാരത്തിൽ പ്രൈസലം പലവിധമായ പരിശോധനകൾ വന്നപ്പോഴും അവിടുന്നൊക്കെ ഓടി രക്ഷപ്പെട്ട യോസേഫ്. പ്രൈസലോ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസലാമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ പ്രൈസലാമേ നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. ഈ ദൂതനോട് അനുദിനമായി നാം പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ജോസേഫിനെ മാനിച്ച ദൈവം എന്നെ നിന്നെ മാനിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. ക്ഷാമത്തിൽ ക്ഷേമമായി പോറ്റേണ്ടതിന് യോസേഫിനെ കൊട്ടാരത്തിൽ, ഹല്ലേലൂയ, രാജീയ അഭിഷേകം കൊടുത്ത് ദൈവം മാനിച്ച ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, ജോസഫ് കണ്ട ദർശനം, അത് സംഭവിച്ച് പ്രവൃത്തിയിൽ ദൈവം കാണിച്ചു കൊടുത്ത് തന്റെ സഹോദരന്മാർ ജോസഫിനെ വണങ്ങുകയും ചെയ്തു. സ്തോത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണ്. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ദൈവത്തെ എത്ര ആരാധിച്ചാലും മതി വരില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചനകളെ ഓർക്കുമ്പോൾ, ദൈവം ശക്തനായി മഹാത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ്. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ദൈവം ഒരു ദർശനമോ സ്വപ്നമോ ആലോചനകളോ നിനക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ ദർശനം അല്ലെങ്കിൽ സ്വപ്നം നിറവേറ്റി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ ക്രൈസ്തവനെ നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. ലോകത്തിൽ പലരും മനുഷ്യരൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ഇന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ടൂറിന് കൊണ്ടുപോകുക എന്നൊക്കെ പറയും, പക്ഷെ കൊണ്ടുപോകാത്തവരുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നാളെ കാണാം എന്ന് പറഞ്ഞ് ഇച്ചിരി സഹായങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നവർ പിന്നെ കാണില്ല. പ്രൈസൊലാമി ഒരു വാഹനമൊക്കെ മേടിച്ചു തരാം എന്ന് പറയുന്നവർ പിന്നെ കാണില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. പ്രൈസൊലോ, ഹല്ലേലൂയ. യോസേഫ് കണ്ട ദർശനം അത് നിറവേറ്റി കൊടുത്തു. ഹല്ലേലൂയ. ദൈവവചനത്തിലുള്ളതായ പല ഭാഗങ്ങളിൽ ദൈവം പ്രൈസൊലോ ആലോചന കൊടുത്തതൊക്കെ നിറവേറ്റിയിട്ടുണ്ട്. അബ്രഹാമിന് ആലോചന കൊടുത്തു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മക്കളെ ഉളവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ദൈവം ആദ്യമേ തന്നെ ആ വാഗ്ദത്തം നിറവേറ്റി കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. യോസേഫ് ആ സ്വപ്നം ദൈവം നിറവേറ്റി കൊടുത്തു. പ്രൈസ് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പ്രൈസ് ഇന്നും പ്രൈസ് നാളെയും പ്രൈസ് ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇനിയും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. തീർന്നില്ല. ദൈവത്തിൻ്റെ ആലോചനകൾ ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് വരെയും കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കും. യേശു എന്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സംഭവിക്കും. കർത്താവായ യേശു കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ലോകത്തിൽ പ്രൈസലോ രാജാവെന്ന് പറയുന്നത് പ്രൈസലാമേ യേശു ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ വിടുവിക്കുവാൻ, നമ്മെ ശക്തീകരിപ്പാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ സഹായിപ്പാൻ ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് ഹല്ലേലൂയ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നസറേയനായ യേശു ക്രിസ്തുവാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, വിടുതൽ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് ജോസേഫിൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ജോസേഫ് കണ്ട സ്വപ്നം ദൈവം നിറവേറ്റി കൊടുത്തു. എനിക്കും നിനക്കുമുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ ഒരിക്കൽ ദൈവം നിറവേറ്റി തരും. ഇനി യാതൊരു സംശയമില്ല. കാരണം ദൈവം ഒരു നാളും മാറില്ല. പ്രൈസലാമി, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കാൻ പോവുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആർക്കുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ദൈവം നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അനുഭവമാണോ? സ്തോത്രം. ഹല്ലേലൂയ. തലയിൽ ഒരു വെയിറ്റായി ഭാരമായി നടക്കുന്ന വ്യക്തിയാണോ? ഭയങ്കര ഭാരമായി ദൈവം ഭാരമെടുത്ത് മാറ്റും. നീ മനോവേദനയായി നടക്കുന്ന വ്യക്തിയാണോ? ദൈവം സൗഖ്യം തരും, മനോവേദന എടുത്തു കളയും. നീ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവനാണോ? ദൈവം അതൊക്കെ മാറ്റും. ഹല്ലേലൂയ.
എന്നും എന്നും കണ്ണുനീരായി ജീവിക്കുന്ന വ്യക്തിയാണോ, നിന്റെ കണ്ണുനീരുകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഈ ലോകത്തിൽ സ്വത്രം നിന്നെ വിടിയിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യോസേപ്പിൻ്റെ ദൈവം എൻ്റെയും നിന്റെ ദൈവമാണ്. മറന്നു പോകരുത്. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവം നമ്മൾക്കുണ്ടാകട്ടെ. ആമേൻ.